പുലിയുടെയും കടുവയുടെയും ശല്യം മൂലം ജീവിക്കാനാകാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ നിരന്തരം പരാതിയുമായി എത്തുന്ന നാടാണ് നിലമ്പൂരിലെ കാളികാവ്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് സുരക്ഷയൊരുക്കാൻ ഇതുവരെ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെയും കാളികാവിൽ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്നു. 3 കുട്ടികളുള്ള ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിന്റെ കുടുംബം ഇനി അനാഥരാണ്. കേരളത്തിലുടനീളം വനാതിർത്തികളിൽ മനുഷ്യർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും വനംവകുപ്പിന്റെ കയ്യിൽ ഒരു പരിഹാരമില്ല. വേടന്റെ കഴുത്തിലെ പുലിപ്പല്ലിന്റെ ഉറവിടം തേടി പോകുന്ന വനംവകുപ്പിന് മരിച്ചു വീഴുന്ന മനുഷ്യരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യം പലതവണ ഉയർന്നതാണ്. അതിനിടയിൽ ഭരണകക്ഷിയിലെ ഒരു MLA പോലും വനംവകുപ്പിനെതിരെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച കോന്നിയിൽ നമ്മൾ കണ്ടു. കാടരികിൽ ഒരു കാട്ടുപന്നി ചത്തുകിടന്നാൽ സന്നാഹങ്ങളുമായി ഓടിയെത്തി 1000 നടപടിക്രമങ്ങൾ എടുത്ത് നാട്ടുകാരെ വരിഞ്ഞു മുറുക്കുന്ന വനംവകുപ്പ് കടുവ വലിച്ചു കീറുന്ന, ആന ചവിട്ടിയരയ്ക്കുന്ന മനുഷ്യരെ കാണുന്നില്ലേ എന്ന ചോദ്യമാണ് മലയോരങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബസ് ചോദിക്കുന്നു, കാടരികിലെ ദുരിതത്തിനെന്താ ഒരു അറുതി വേണ്ടേ?